നമസ്കാരം, ഞാൻ ഹരികൃഷ്ണൻ. പ്രധാന വാർത്തകൾ. വാഴൂരിലും കൂട്ടിക്കലിലും ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. വാഴൂരിലും കൂട്ടിക്കലിലും ഫാമുകളിലെ പന്നികളെ കൊന്നൊടുക്കും. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പന്നികളെയും കൊല്ലും. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. ദൃശ്യങ്ങൾ പകർത്തിയ കോൺഗ്രസ് വനിതാ അംഗത്തിന്റെ ഫോൺ വൈസ് പ്രസിഡന്റ് എറിഞ്ഞു തകർത്തു. ജോളി മടക്കക്കുഴിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച്. പച്ച ഏത്തക്കയുടെ വില ഉയരുന്നു. കിലോയ്ക്ക് 80 രൂപ. കർഷകർക്ക് വേണ്ട പ്രയോജനം ലഭിക്കുന്നില്ലെന്ന് ആക്ഷേപം. AATUC തൊഴിലാളി പ്രക്ഷോഭ ജാഥയ്ക്ക് കോട്ടയം ജില്ലയിൽ വിവിധയിടങ്ങളിൽ സ്വീകരണം. പരമ്പരാഗത വ്യവസായങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ സർക്കാർ വീഴ്ച വരുത്തുന്നതായി KP രാജേന്ദ്രൻ. വാർത്തകൾ വിശദമായി. വാഴൂർ, കൂട്ടിക്കൽ പഞ്ചായത്തുകളിലെ പന്നി ഫാമിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. പന്നിപ്പനി സ്ഥിരീകരിച്ച ഫാമുകളിലെയും 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലത്തെയും പന്നികളെ കൊന്ന് സംസ്കരിക്കും. കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ, വാഴൂർ ഗ്രാമപഞ്ചായത്തുകളിലെ പന്നി ഫാമിൽ ആഫ്രിക്കൻ പന്നിപ്പനി രോഗം സ്ഥിരീകരിച്ചതായി ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ അറിയിച്ചു. പന്നിപ്പനി രോഗം സ്ഥിരീകരിച്ച ഫാമിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം രോഗബാധിത പ്രദേശമായും 10 കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ച് ഉത്തരമായി. രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ള പന്നിമാംസ വിതരണവും വിൽപ്പനയും തീറ്റ എന്നിവയുടെ കടത്തും നിരോധിച്ചു. മറ്റു പ്രദേശങ്ങളിലേക്ക് പന്നിമാംസം, തീറ്റ എന്നിവ കൊണ്ടുപോകുന്നതിനും മറ്റിടങ്ങളിൽ നിന്നും രോഗബാധിത മേഖലയിലേക്ക് ഇവ കൊണ്ടുവരുന്നതിനും നിരോധനമുണ്ട്. പന്നിപ്പനി സ്ഥിരീകരിച്ച പന്നി ഫാമിലെയും അതിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്തെയും എല്ലാ പന്നികളെയും കേന്ദ്ര സർക്കാർ മാനദണ്ഡപ്രകാരം കൊന്നു സംസ്കരിക്കും. ഇതിന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറെ ചുമതലപ്പെടുത്തി. രോഗബാധിത പ്രദേശത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയാണ്. മുണ്ടക്കയം, പാറത്തോട്, പൂഞ്ഞാർ, തെക്കേക്കര, എലിക്കുളം, ചിറക്കടവ്, വെള്ളൂർ, കങ്ങഴ, പാമ്പാടി, കൂരോപ്പട, പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തുകൾ നിരീക്ഷണ മേഖലയിൽ ഉൾപ്പെടുന്നു. ആഫ്രിക്കൻ പന്നിപ്പനി H1N1 പന്നിപ്പനിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ആഫ്രിക്കൻ പന്നിപ്പനി പന്നികളിൽ മാത്രം കണ്ടുവരുന്നതിനാൽ ഇത് മനുഷ്യരിലേക്കും മറ്റു മൃഗങ്ങളിലേക്കും പടരില്ല. ആഫ്രിക്കൻ പന്നിപ്പനിക്ക് വാക്സിനോ മറ്റ് പ്രതിരോധ മരുന്നോ ഇല്ലാത്തതിനാൽ പന്നികൾ കൂട്ടത്തോടെ ചത്തുപോകുന്ന സ്ഥിതിവിശേഷമാണ് പന്നിപ്പനി വരെ സൃഷ്ടിക്കുക. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. LDF ഭരിക്കുന്ന കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് M അംഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റത്തിന്റെ ദൃശ്യം പകർത്താൻ ശ്രമിച്ച കോൺഗ്രസ് വനിതാ അംഗത്തെ വൈസ് പ്രസിഡന്റ് ജോളി മടക്കക്കുഴി കയ്യേറ്റം ചെയ്തതായി പരാതി. ജോളി മടക്കക്കുഴിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. ഇടതുമുന്നണി ഭരിക്കുന്ന കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് അംഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച കോൺഗ്രസ് വനിതാ അംഗത്തെ വൈസ് പ്രസിഡന്റ് ജോളി മടക്കക്കുഴി കയ്യേറ്റം ചെയ്തതായി പരാതി. കൂട്ടിക്കൽ ഡിവിഷനിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം അനു ഷിജുവാണ് പോലീസിൽ പരാതി നൽകിയത്. ഓഡിറ്റ് അവലോകന യോഗത്തിനിടെ കേരള കോൺഗ്രസ് അംഗങ്ങളായ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ TJ മോഹനും വൈസ് പ്രസിഡന്റ് ജോളി മടക്കക്കുഴിയും തമ്മിലുണ്ടായ വാക്കേറ്റത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ ജോളി മടക്കക്കുഴി പിടിച്ചുവാങ്ങി എറിഞ്ഞു പൊട്ടിച്ചതായി അനു ഷിജു പറഞ്ഞു. സ്ത്രീത്വത്തെ അപമാനിക്കുകയും ഭീഷണി മുഴക്കിയതായും കോൺഗ്രസ് വനിതാ അംഗങ്ങൾ പറയുന്നു. അഴിമതിയെക്കുറിച്ചൊക്കെ സംസാരിച്ച് സഹകരിച്ച് ഞങ്ങളത് ഷൂട്ട് ചെയ്യുന്നു. ആ സമയത്ത് അവിടെ നിന്ന് ആക്രോശത്തോടെ തന്നെ കടന്നു വരികയാണ് ജോളി മടക്കക്കുഴി. നീ എന്താടി ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വളരെ മോശമായ ഭാഷയിൽ തന്നെ ആക്രോശിച്ചുകൊണ്ട് മലയാള ഭാഷയിൽ ഒട്ടുമുക്കാലുള്ള അക്ഷരങ്ങൾ ചേർത്തോട് തെറികൾ വിളിച്ചുകൊണ്ട് നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ച് ഓടി വന്ന് എൻ്റെ കൈ പിടിച്ച് തിരിക്കുകയും എൻ്റെ കയ്യിലിരുന്ന ഫോണെടുത്ത് ദൂരെ എറിയുകയും ചെയ്തു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഞാൻ വളരെയധികം വിഷമിച്ച സാഹചര്യം. കാരണം അവിടെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഇംപ്ലിമെൻറ്റിംഗ് ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ടായിരുന്നു, മറ്റു സഹമെമ്പർമാരുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ആ ഉദ്യോഗസ്ഥ വൃന്ദം എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ആ സാഹചര്യത്തിൽ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട്. ആരും ഒന്നും ഡാനി മാത്രം എന്നെ സഹായിക്കാനായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സാഹചര്യത്തിൽ വളരെ വിഷമിച്ച് ഞാൻ അവിടെ നിന്ന് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയും അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ താഴെ റൂമിൽ ചെന്ന സാഹചര്യത്തിൽ അന്നേരം ആ സമയത്ത് അവിടെയും ഉണ്ടായിരുന്നു വൈസ് പ്രസിഡന്റ്, അവിടെ ഉണ്ടായിരുന്നു പ്രസിഡന്റും ഉണ്ടായിരുന്നു. അന്നേരം എന്നോട് മോശമായ രീതിയിൽ പിന്നെ എന്നെ ചീത്ത വിളിക്കുക. നിന്നെ ഞാൻ കാണിച്ചു തരാം, നീ കൂട്ടിക്കല ശീലം നീ ഇവിടെ കൊണ്ട് നടക്കരുത്, നിന്റെ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചാൽ മതി, അന്ന് ഇവിടെ ഇറക്കണ്ട. അങ്ങനെ വളരെയധികം മോശ രീതിയിൽ തന്നെ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് സംസാരിച്ചത്. അതേസമയം ജോളി മടക്കക്കുഴിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി, കറുകച്ചാൽ, പൂഞ്ഞാർ, മുണ്ടക്കയം ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്ന് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് പറഞ്ഞു. ജോളി മടക്കക്കുഴി വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും നാട്ടകം സുരേഷ് ആവശ്യപ്പെട്ടു. രാത്രി മുഴുവൻ വിഷമിക്കുകയും കരയുകയും ഒക്കെ ചെയ്യായിരുന്നു. ഞങ്ങളിന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് ഞങ്ങൾ നീങ്ങിയിട്ടുണ്ട്.
പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിഷ്പക്ഷവും നീതിപൂർവവും സുതാര്യവുമായ അന്വേഷണം നടത്തി ഈ ആൾക്കെതിരെ, ഈ വൈസ് പ്രസിഡന്റിനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ച ഈ ആൾക്ക് ജനപ്രതിനിധിയായി തുടരുന്നതിന് ധാർമ്മികമായ അവകാശമില്ല. അദ്ദേഹം രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രത്യക്ഷമായ സമരപരിപാടികളിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ തുടക്കമായി 16-ാം തീയതി തിങ്കളാഴ്ച ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. KPCC ജനറൽ സെക്രട്ടറി PA സലീമും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പച്ച ഏത്തയ്ക്കയ്ക്ക് വില ഉയരുന്നു. കിലോയ്ക്ക് 80 രൂപയാണ് വില. എന്നാൽ ഇതിന്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നില്ല. വിപണിയിൽ പച്ച ഏത്തക്കായ്ക്ക് വില ഉയർന്നു. 1.5 മാസം മുൻപ് വരെ 65 രൂപയ്ക്ക് അടുത്തായിരുന്ന ഏത്തക്ക വില ഇപ്പോൾ 80 രൂപയിലെത്തിയിട്ടുണ്ട്. എന്നാൽ വില ഉയർന്നതിന്റെ പൂർണ്ണമായ പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നില്ല. പ്രാദേശിക മേഖലയിലെ കാർഷിക ചന്തയുടെ അഭാവമാണ് കർഷകർക്ക് നല്ല വില ലഭിക്കാതിരിക്കുന്നതിന് കാരണമെന്ന് കർഷക സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി എബി ഐപ്പ് പറഞ്ഞു. ഹോർട്ടികോർപ്പ് പോലുള്ള സർക്കാർ സംവിധാനങ്ങളിലൂടെ ഏത്തക്കുലകൾ സംഭരിച്ച് ന്യായവില ലഭിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കണമെന്നും എബി ഐപ്പ് ആവശ്യപ്പെട്ടു. വിപണിയിൽ ഇത്രയും അധികം വിലവർധന ഉണ്ടായിട്ടും വലിയ തോതിൽ ഡിമാൻഡ് ഉണ്ടായിട്ടും കർഷകരുടെ ഏത്തക്കുലകൾക്ക് ന്യായവില ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനവും ഉണ്ടായിട്ടില്ല. സർക്കാർ സംവിധാനങ്ങളായ ഹോർട്ടികോർപ്പ് ഉൾപ്പെടെ കർഷകരുടെ ഏത്തവാഴക്കുലകൾ സംഭരിച്ചുകൊണ്ട് ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഉയർന്ന വിലയുടെ പ്രയോജനം കർഷകർക്ക് ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാകണം. അതുപോലെ തന്നെ പാമ്പാടിയിലെ ഈ പറയുന്ന കർഷകരുടെ ചന്തയുടെ പ്രവർത്തനം ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കച്ചവടക്കാർക്ക് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കർഷകരുടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിലവർധനവിൻ്റെ ഗുണം പൂർണ്ണമായും ലഭ്യമാക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം. അതേസമയം ഏത്തക്കായുടെ വില ഉയരുന്നത് ചെറുകിട വ്യാപാരത്തെ ബാധിക്കുമെന്ന ആശങ്ക വ്യാപാരികൾക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മധ്യ തിരുവിതാംകൂറിന് പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി ലുലു മാൾ കോട്ടയത്ത് തുറന്നു. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. മധ്യ തിരുവിതാംകൂറിന് ഷോപ്പിംഗിന്റെ നവ്യാനുഭവം പകർന്ന് കോട്ടയം ലുലു മാൾ തുറന്നു. ലുലു ഗ്രൂപ്പിന്റെ കേരളത്തിലെ 5ാമത്തെ ഷോപ്പിംഗ് മാൾ കോട്ടയം മണിപ്പുഴയിൽ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. മലയാള മനോരമ ചീഫ് എഡിറ്റർ മാമൻ മാത്യു, MP-മാരായ ജോസ് കെ മാണി, ഫ്രാൻസിസ് ജോർജ്, ഹാരിസ് ബീരാൻ, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫ് അലി, കോട്ടയം നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, വാർഡ് കൗൺസിലർ ഷീന ബിനു, ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടറും CEOയുമായ MA നിഷാദ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. വൈകിട്ട് 4 മുതലാണ് പൊതുജനങ്ങൾക്ക് മാളിലേക്ക് പ്രവേശനമുണ്ടായിരുന്നത്. ലുലുവിന്റെ പാലക്കാട്, കോഴിക്കോട് മാളുകൾക്ക് സമാനമായ മിനി ഷോപ്പിംഗ് മാളാണ് കോട്ടയത്തേതും. ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു ഫാഷൻ, ലുലു കണക്ട് എന്നിവയാണ് കോട്ടയത്തെ ലുലു മാളിൽ മുഖ്യ ആകർഷണങ്ങൾ. ഹൈപ്പർ മാർക്കറ്റിന് പ്രാധാന്യം നൽകിയുള്ള ലുലു മിനി മാളാണ് മണിപ്പുഴയിൽ MC റോഡരികിൽ പണിതിരിക്കുന്നത്. 2.5 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ 2 നില കെട്ടിടത്തിൽ താഴത്തെ നില ഹൈപ്പർ മാർക്കറ്റാണ്. രാവിലെ 9 മണി മുതൽ രാത്രി 11 വരെയാണ് പ്രവർത്തന സമയം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പരമ്പരാഗത വ്യവസായങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ സർക്കാർ വീഴ്ച വരുത്തുന്നതായി AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. പാലായിൽ AITUC തൊഴിലാളി പ്രക്ഷോഭ ജാഥയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു KP രാജേന്ദ്രൻ. വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് AITUCയുടെ നേതൃത്വത്തിൽ 2025 ജനുവരി 17-ന് 1 ലക്ഷം തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. ഇതിനു മുന്നോടിയായി AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ നയിക്കുന്ന തൊഴിലാളി പ്രക്ഷോഭ യാത്രയ്ക്ക് പാലായിൽ സ്വീകരണം നൽകി. കേരളത്തിലെ പരമ്പരാഗത കള്ളിയെത്ത് വ്യവസായവും കയർ വ്യവസായവും തുടങ്ങിയ വ്യവസായങ്ങൾ ഇന്ന് വലിയ പ്രതിസന്ധികളെ നേരിടുകയാണ്. ഈ മേഖലയിലെ പരമ്പരാഗതമായി തൊഴിൽ ചെയ്തു വരുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാർ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ലെന്ന് KP രാജേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് എന്നും കരുത്ത് പകർന്നിട്ടുള്ള ഈ മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ കടമയാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. സംസ്ഥാന സർക്കാർ തൊഴിലാളികളുടെ കൂലിയും തൊഴിലും സാമൂഹ്യ സുരക്ഷയും ഉറപ്പുവരുത്തണമെന്നും കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പെൻഷൻ, മെറ്റർനിറ്റി ബെനിഫിറ്റ് തുടങ്ങിയ ഇതെല്ലാം തൊഴിലാളികളുടെ അവകാശമാണ്. ലോകം അംഗീകരിച്ചിട്ടുള്ള അവകാശങ്ങളാണിതെല്ലാം. 8 മണിക്കൂർ ജോലി ലോകത്ത് മുഴുവൻ നടപ്പാക്കിയതായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ ബാബു K. ജോർജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അഡ്വക്കേറ്റ് PR തങ്കച്ചൻ,
വൈസ് ക്യാപ്റ്റൻ CP മുരളി, ജാഥ ഡയറക്ടർ സജി ലാൽ, അഡ്വക്കേറ്റ് VB ബിനു, PV സത്യനേശൻ, അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, അഡ്വക്കേറ്റ് G ലാലു, A ശോഭ, OPA സല, അഡ്വക്കേറ്റ് VK സതോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. നിലമ്പൂർ ചട്ടികളുടെ വലിയ ശേഖരവുമായി കോട്ടയത്ത് മൺപാത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും തുടരുന്നു. ഈ മാസം 18 വരെ കോട്ടയം ലളിതകലാ അക്കാദമിയിലാണ് പ്രദർശനവും വിൽപ്പനയും. കളിമണ്ണിൽ നിർമ്മിച്ച നിലമ്പൂർ ചട്ടികളുടെ വലിയ ശേഖരവുമായി കോട്ടയത്ത് നടക്കുന്ന മൺപാത്രങ്ങളുടെ പ്രദർശനം ശ്രദ്ധ നേടുന്നു. നിലമ്പൂർ ചട്ടികളാണ് പ്രദർശനത്തിന്റെ ഹൈലൈറ്റ്. മലപ്പുറം നിലമ്പൂരിലെ അനശ്വരം സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് കോട്ടയത്ത് കേരള ലളിതകലാ അക്കാദമിയിൽ പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. ഗ്യാസിലും മൈക്രോവേവിലും ഉപയോഗിക്കാൻ പറ്റുന്ന തരം കറിച്ചട്ടികൾ, മീൻ കറിച്ചട്ടികൾ, ഇൻഡോർ പ്ലാന്റ് ചട്ടികൾ, ചിക്കൻ കറിച്ചട്ടികൾ, അപ്പച്ചട്ടികൾ, മീൻ വറക്കുന്ന ചട്ടികൾ, ഫുൽക്ക ചപ്പാത്തി ചട്ടി, ബൗളുകൾ, കൂജുകൾ, മാജിക് കൂജ, ജഗ്, മഗ്, കപ്പ്, അലങ്കാര ഉൽപ്പന്നങ്ങളായ മെഴുകുതിരി സ്റ്റാൻഡ്, പെൻ ഹോൾഡർ, ഗണപതികൾ, മുത്തുമണി പാത്രങ്ങൾ, മ്യൂറൽ ഉൽപ്പന്നങ്ങൾ ഇവയെല്ലാം പ്രദർശനത്തിലുണ്ട്. മണ്ണിന്റെ ഗുണവും പണിയുടെ പ്രത്യേകതയുമാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഏറെ ആവശ്യക്കാരുണ്ടാക്കുന്നതെന്ന് അനശ്വരം സ്വയം സഹായ അംഗം വിജയകുമാരി പറയുന്നു. ഞങ്ങൾ 4 കൂട്ട് മണ്ണ് അരച്ച് കുഴച്ചെടുത്തിട്ട് ഇതുണ്ടാക്കിയതിന് ശേഷം ഇതിന് പിടിവെച്ച് കുഴങ്കല്ല് കൊണ്ട് ഉരച്ച് മിനുക്കിയിട്ടാണ് ഈ പാത്രം ഇതുപോലെ ആക്കുന്നത്. അപ്പോൾ സ്റ്റീൽ പാത്രം പോലെ പിന്നെ കഴുകാനും നോൺ സ്റ്റിക്ക് പോലെ വയറ്റാനും എല്ലാം മൺചട്ടിയിൽ ഒട്ടിപ്പിടിക്കുക. അതേപോലെ റഫായിട്ടുള്ള ചട്ടി വരുമ്പോൾ സുഷിരങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് കടലമാവിട്ട് കഴുകണം. ഞങ്ങളുടെ മൺചട്ടി ലിക്വിഡ് ഇട്ട് തന്നെ തേക്കുക, കാരണം അതിനുള്ളിലേക്ക് പോകത്തില്ല. സുഷിരങ്ങളൊക്കെ ഉരച്ചടച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മണ്ണിൻ്റെ ക്വാളിറ്റിയും പണിയുടെ വ്യത്യാസവും കൊണ്ടാണ് ഞങ്ങളുടെ ചട്ടികൾ ഇത്രയും നല്ല ക്വാളിറ്റി ആയിട്ട് വരുന്നത്. പ്രദർശനം ഈ മാസം 18-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ബഡ്സ് BRC സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ ജില്ലാതല കലോത്സവമായ തില്ലാനയിൽ വെളിയന്നൂർ ബഡ്സ് സ്കൂളിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. ഈരാറ്റുപേട്ട പ്രതീക്ഷ BRCയാണ് റണ്ണറപ്പ്. സമൂഹത്തിലെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന ബഡ്സ് BRC സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ ജില്ലാതല കലോത്സവം തില്ലാന എന്ന പേരിൽ തെള്ളകത്ത് നടന്നു. തൃക്കൊടിത്താനം ബഡ്സ് സ്കൂൾ, രാമപുരം കൈൻഡ് ആൻഡ് കെയർ, വെളിയന്നൂർ ബഡ്സ് സ്കൂൾ, ഈരാറ്റുപേട്ട പ്രതീക്ഷ BRC എന്നിവിടങ്ങളിലെ 100 കുട്ടികൾ മാറ്റുരച്ചു. ഫാൻസി ഡ്രസ്, ഒപ്പന തുടങ്ങിയ ഇനങ്ങളിൽ കുട്ടികൾ മികച്ച പ്രകടനം നടത്തി. വെളിയന്നൂർ ബഡ്സ് സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ഈരാറ്റുപേട്ട പ്രതീക്ഷ BRC റണ്ണറപ്പായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ പാലാ KSEB ഓഫീസിനു മുന്നിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം. സർവ്വമേഖലകളിലെയും വിലക്കയറ്റം മൂലം ജനങ്ങൾ നട്ടം തിരിയുമ്പോൾ KSEB ഇരുട്ടടി നൽകുകയാണെന്ന് ആം ആദ്മി പാർട്ടി പറയുന്നു. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി പാലാ KSEB ഓഫീസിന് മുമ്പിൽ ധർണാ സമരം നടത്തി. സമ്പന്നരിൽ നിന്നും വൈദ്യുതി ചാർജ് ഇനത്തിൽ ലഭിക്കേണ്ട 2,75,00,000 രൂപ എഴുതിത്തള്ളിയ സർക്കാർ സാധാരണ ജനങ്ങളുടെ ചുമലിലേക്ക് ഈ ഭാരം കൂടി ഏൽപ്പിച്ചു കൊടുക്കുന്നത് കടുത്ത ജനദ്രോഹകരമാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന 2 സംസ്ഥാനങ്ങളിലും സാധാരണക്കാർക്ക് സൗജന്യമായി വൈദ്യുതി നൽകി വരുമ്പോഴാണ് അനവധി ഡാമുകളും ജലപദ്ധതികളുമുള്ള കേരളത്തിൽ തുടർച്ചയായി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതെന്നും ആം ആദ്മി പറയുന്നു. കീഴ്തരിയൂർ കവലയിൽ നിന്നും പ്രകടനമായി ടൗണിലൂടെ എത്തിയ ശേഷമായിരുന്നു ധർണ. നിയോജകമണ്ഡലം സെക്രട്ടറി ബിനു മാത്യൂസ് സമരം ഉദ്ഘാടനം ചെയ്തു. 28 പൈസ കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ വെച്ചേൽപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടി പല രീതിയിലും കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഒരു ഭരണകൂടം? ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരണകൂടം പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ജനങ്ങളെ വഞ്ചിച്ച് ജനങ്ങളുടെ തലയിലേക്ക് ഇരട്ടി ഭാരം ഏൽപ്പിച്ചുകൊണ്ട് ജനങ്ങളെ പുറത്തു പൊട്ടിക്കുന്ന ഒരു ഭരണകൂടത്തിലൂടെ ആവശ്യമില്ല. ഇത് ജനങ്ങൾ മനസ്സിലാക്കുക. നമ്മൾക്കെല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമെല്ലാം മറന്നുകൊണ്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടില് സഹകരണ പ്രസ്ഥാനങ്ങളെല്ലാം ഇവർ തച്ചു തകർത്തിരിക്കുകയാണ്. ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. സാധാരണക്കാരായ നിക്ഷേപകർക്ക് അവർ നിക്ഷേപിച്ച പൈസ കിട്ടുവാൻ വേണ്ടി ധർമ്മക്കാർ നടക്കുന്ന പോലെ ഇവരുടെ അടുത്ത് ധർമ്മത്തിന് നിൽക്കുകയാണ്. അങ്ങനെ ഒരു വശം അങ്ങനെ. അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിന്റെ കൂടെയാണ് ഈ വൈദ്യുതി ചാർജ് വർധന. മന്ത്രി പറഞ്ഞത് എന്താ? നിസ്സാരമായ വർധനമാണ്. മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് ജോയി കടരികൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് റോയി വെള്ളരിങ്ങാട്ട്, നിയോജക മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് തോപ്പിൽ, പൂഞ്ഞാർ മണ്ഡലം പ്രസിഡന്റ് ഷിബു ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്.
പാലാ KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ ലിം ഫിറ്റിംഗ് സെന്ററിലേക്ക് പ്രോസ്തറ്റിക് ആൻഡ് ഓർത്തോട്ടിക് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഡിസംബർ 17 രാവിലെ 11 മണിക്ക് ആശുപത്രി ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും. പ്രോസ്തറ്റിക് ആൻഡ് ഓർത്തോട്ടിക് ടെക്നോളജിയിൽ RCA രജിസ്ട്രേഷനോടുകൂടിയ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യമാണ് യോഗ്യത. അസൽ സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ പകർപ്പ് അപേക്ഷ എന്നിവ സഹിതം ഹാജരാകണം. വിവരങ്ങൾക്ക് ഫോൺ 048222155154. കാഞ്ഞിരപ്പള്ളി പൊതുമരാമത്ത് കെട്ടിടം ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ഔദ്യോഗിക ആവശ്യത്തിനായി വാഹനം വാടകയ്ക്ക് നൽകുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷനുകൾ ഡിസംബർ 26 വരെ സ്വീകരിക്കും. വിവരങ്ങൾക്ക് ഫോൺ 8086395152. ചങ്ങനാശ്ശേരി നഗരസഭയിലെ വാർഡ് വിഭജനവും പുനർനിർണയവും സംബന്ധിച്ച പരാതികൾ പരിശോധിക്കുന്നതിനായി പരിശോധനാ ഉദ്യോഗസ്ഥനായ സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പ് കോട്ടയം ഡെപ്യൂട്ടി ഡയറക്ടർ ഡിസംബർ 16 രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ചങ്ങനാശ്ശേരി നഗരസഭ കോൺഫറൻസ് ഹാളിൽ വെച്ച് പരാതികൾ കേൾക്കും. വിവരങ്ങൾക്ക് ഫോൺ 9747930065. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാഴൂരിലും കൂട്ടിക്കലിലും ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. വാഴൂരിലും കൂട്ടിക്കലിലും ഫാമുകളിലെ പന്നികളെ കൊന്നൊടുക്കും. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പന്നികളെയും കൊല്ലും. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. ദൃശ്യങ്ങൾ പകർത്തിയ കോൺഗ്രസ് വനിതാ അംഗത്തിന്റെ ഫോൺ വൈസ് പ്രസിഡന്റ് എറിഞ്ഞു തകർത്തു. ജോളി മടക്കക്കുഴിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച്. പച്ച ഏത്തക്കയുടെ വില ഉയരുന്നു. കിലോയ്ക്ക് 80 രൂപ. കർഷകർക്ക് വേണ്ട പ്രയോജനം ലഭിക്കുന്നില്ലെന്ന് ആക്ഷേപം. AITUC തൊഴിലാളി പ്രക്ഷോഭ ജാഥയ്ക്ക് കോട്ടയം ജില്ലയിൽ വിവിധയിടങ്ങളിൽ സ്വീകരണം. പരമ്പരാഗത വ്യവസായങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ സർക്കാർ വീഴ്ച വരുത്തുന്നതായി KP രാജേന്ദ്രൻ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.